വാട്സപ്പിലെ 3 അപ്ഡേറ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 3 അപ്ഡേറ്റ്. ഒന്ന് സെറ്റിങ്സിൽ പോവുക. ഫസ്റ്റ് അപ്ഡേറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാറ്റിങ്ങിൻ്റെ ബാക്ക് ബോർഡർ ഉണ്ടല്ലോ, ചാറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വാൾപേപ്പേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. തീംസ് ലെവലിൽ മാറ്റാൻ പറ്റും. നമുക്ക് ഇതിൽ ഏത് പോയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിലുണ്ട്. ഇപ്പോൾ നമുക്കവിടെ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെയുള്ള ഓരോ ബാക്ക്ഗ്രൗണ്ടായിട്ട് മാറ്റാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ വാൾപേപ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് ഓൾറെഡി വാൾപേപ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് പുറത്തുള്ള വാൾപേപ്പർ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു തീംസ് ലെവലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാകുക. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് സെറ്റ് അടിക്കുക, വാൾപേപ്പർ ആക്കി കൊടുത്താൽ ഇത് സെറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ചാറ്റിൻ്റെ ഒരു ബോക്സ് ആയിരിക്കും വരുന്നുണ്ടാകുക. നമുക്ക് ആർക്ക് വേണമെങ്കിലും ടോട്ടൽ നമുക്ക് അതിൻ്റെ തീംസ് മാറ്റിയെടുക്കാൻ പറ്റും. അടുത്ത രണ്ടാമത്തതായിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്കറുകൾ, നമ്മൾ ഒരുപാട് സ്റ്റിക്കറുകൾ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്റ്റിക്കർ നമുക്ക് ഫേവറേറ്റ് ആക്കി വെക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കറുകൾ ഫേവറേറ്റ് ആക്കി പറ്റും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ പെൻസിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വേണമെങ്കിൽ സ്റ്റിക്കറുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നേരെ ഫേവറേറ്റ് എന്നുള്ള ഭാഗത്തേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു ആരോ മാർക്ക് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഫേവറേറ്റ് ഭാഗത്തേക്ക് മാറ്റാൻ പറ്റും. അടുത്തതായിട്ടുള്ള മൂന്നാമത്തെ ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസുകൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കറാക്കി എടുക്കാൻ പറ്റും. അതിൽ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് കൊടുത്താൽ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോസുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫേവറേറ്റിലേക്ക് ഏതും നമുക്ക് ഗാലറി ഉള്ളതാണെങ്കിലും എല്ലാം മാറ്റാൻ പറ്റുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ ഗാലറിയിൽ ഒരുപാട് ഫോട്ടോസുകൾ സ്റ്റാറ്റസ് വെക്കാറുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റാറ്റസ് വെക്കുന്ന ഫോട്ടോസുകളാണെങ്കിലും വീഡിയോസുകളാണെങ്കിലും നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഗാലറിയിൽ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ ഫോട്ടോസിൽ നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ സോങ്സിലൊക്കെ നമുക്ക് ഞാൻ തൽക്കാലമായിട്ടൊരു ഫോട്ടോ സെലക്ട് ചെയ്യാമെന്ന്. നമുക്ക് ഇതിലേക്ക് ആഡ് മ്യൂസിക് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും കേട്ടോ. അവിടെ മുകളിലൊരു മ്യൂസിക്കിൻ്റെ നമുക്ക് ഏത് മ്യൂസിക്കും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ആണെങ്കിൽ അവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളം കിട്ടും, ഹിന്ദിയാണ് ഹിന്ദി കിട്ടും. ഇങ്ങനെ ഏത് സോങ്സും നമുക്ക് ഇതിൽ നിന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ സെലക്ട് ആവും. സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റാറ്റസ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു നാലാമത്തെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് നമ്മളെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫേസ്ബുക്ക് ചെയ്യാൻ പറ്റും. അത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും.